ആട് 3-ലുണ്ടോ? ഷെട്ടി തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല, ഷെട്ടി ആട് 3-ലില്ല. ആക്ച്വലി വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ സെയിം ഡേറ്റിൽ വേറൊരു പടം ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ ഷെട്ടി ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ആ ടെംപ്ലേറ്റ് കുറച്ച് ബ്രേക്ക് ചെയ്ത. ഷെട്ടി ആക്ച്വലി ഞാൻ അത് ചിന്തിച്ചു, ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ചിന്തിച്ചു, ഷെട്ടി എനിക്കൊരു ആ പടത്തിൽ അറിയാലോ, ആട് 3-ലെ എല്ലാ മണ്ടന്മാരാണ്. മൊത്തത്തില് അതിനകത്ത് വേറൊരു മണ്ടൻ ഇത്രേ ഉള്ളൂ. അത് തന്നെയാണോ വിളിച്ചപ്പോഴും പറഞ്ഞ ഐഡിയ? അത് തന്നെയായിരുന്നു ഇതിലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആക്ച്വലി അത് വേറൊരാൾ ചെയ്യേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ പെട്ടെന്നാവുന്നേ. അപ്പോൾ ഞാനാണെങ്കിൽ ആ സമയം മാസ്റ്റർ പീസ് ചെയ്തുകൊണ്ടിരിക്കുക. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഒരു 10-7 ദിവസം ഷൂട്ടും മമ്മൂക്കയുടെ കൂടെ ആയിരുന്നു. ഇപ്പൊ മമ്മൂക്കയുടെ ഡെയിലി കണ്ട് മമ്മൂക്കയുടെ നടത്തും, മമ്മൂക്കയുടെ ആ ഒരു ആ പടം നിങ്ങൾക്ക് ഒന്നുകൂടെ കണ്ടാൽ, ഞാൻ എന്റെ സീൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ മമ്മൂക്കയെ അറിയാതെ ഇമിറ്റേറ്റ് ചെയ്തു. ചട്ടമ്പിനാടിന്റെ ഒക്കെ ഒരു അത് ആക്ച്വലി അത് കേറി കിടന്നതാ. അതായത് ഞാൻ ഇദ്ദേഹത്തിനല്ലേ കാണുന്നത്, മാസ്റ്റർ പീസ് പുറമേ കണ്ടിട്ട് തിരിച്ച് ഞാൻ ആദ്യമായിട്ടാ മമ്മൂക്കയോട് ആ പടം ചെയ്യുന്നത്, മമ്മൂക്കയോടെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇതുപോലെ എന്നെ പെട്ടെന്ന് വിളിച്ചു, എന്ന് പറഞ്ഞാ നീ ഇതുപോലെ മംഗലാപുരംകാരനൊരു ഷെട്ടിയാണ്, മലയാളം പറഞ്ഞ ഷെട്ടിയാണ്, ഓക്കെ എന്ന് പറഞ്ഞു. വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വേറെ ഫീല്. പിന്നെ ഡയലോഗ് ഡെലിവറി ഒക്കെ അങ്ങനെ ആയി, കൈ പിടിക്കുന്നതും എല്ലാം. അപ്പൊ എന്നോട് ആദ്യം നീ മമ്മൂക്കയ്ക്ക് പഠിക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും പോയ ചെണ്ടപ്പള്ളിയിൽ ആ സീൻ കാണും മനസ്സിലാവും. പക്ഷെ അത് വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ കോമഡി, കുറച്ച് മണ്ടത്തരവും അപ്പൊ ഡയലോഗ് ഡെലിവറി ഒക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ ആകെ കൂടെ ഞാനൊരു കുറച്ച് കോമഡിയുള്ള പരിപാടി. എനിക്ക് തോന്നുന്നത് നമ്മളല്ല അത് ചെയ്യുന്നത്, ഇത് വാട്ട് ഈസ് റിട്ടൺ ഡൗൺ, അത് വൃത്തിക്ക് എഴുതി കിട്ടിയ സാധനങ്ങൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ തെറ്റില്ലാതെ ചെയ്താൽ തന്നെ സാധനം വർക്കാം. എല്ലാം മാറ്ററാണ് കേട്ടോ. ഈ പറഞ്ഞ കോസ്റ്റ്യൂം നമുക്ക് കയറുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ദേഹത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ചില സറൗണ്ടിങ് ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ്. ഇപ്പൊ ചില ആൾക്കാർ, ചില ആർട്ടിസ്റ്റിന്റെ മുന്നിൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് പലയിടത്തും പോയി നിന്നിട്ടുണ്ട്. ചില ആൾക്കാർ നമ്മൾ ഓപ്പോസിറ്റ് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചേട്ടനൊക്കെ ആദ്യം ബേസ് ചെയ്തിട്ടുണ്ടാവും. ചില ആൾക്കാർ ഓപ്പോസിറ്റ് ഒന്നും ഭയങ്കര പേടിയാണ്. മമ്മൂക്കൊക്കെ വരുമ്പോ, മമ്മൂക്കൊക്കെ വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പേടിയെന്ന് വെച്ചാൽ ശരിക്കും വിറച്ചിട്ടാ നിന്ന്. പക്ഷെ മമ്മൂക്ക അത് ബ്രേക്ക് ചെയ്തു. മമ്മൂക്ക വന്നിട്ട് ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്തു. നമ്മൾ പേടിച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മനസ്സിലാവും എന്തെങ്കിലും. നേരെ തോളത്ത് പുറത്ത് ഇട്ടിട്ട് നമ്മളെ കമ്പനി അടിച്ച് പിന്നെ അതങ്ങ് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, തെറ്റിച്ചാലും. നമുക്ക് അറിയാം, ഞങ്ങളിങ്ങനെ ഓപ്പോസിറ്റ് സീൻ പുള്ളിക്കാരൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ പറഞ്ഞൊരു കുഞ്ഞൊരു ഡയലോഗാണ്, എന്തോ ഒരു ചെറിയ ഡയലോഗ്, എനിക്ക് പറ്റുന്നില്ല. നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്നെ നോക്കാതെ ശ്രമിക്കാൻ നോക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു. നീ പറഞ്ഞൊന്ന് കാണുന്നത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് സോറി കേട്ടോ, എടാ കുഴപ്പമില്ല, സമയമുണ്ട്, ഞാൻ 2 മണിക്കേ പോകത്തുള്ളൂ, ഇനിയും കിടപ്പ് 2 മണിക്കൂർ തെറ്റിച്ചു വന്നു. ഇത് കേട്ടപ്പോ അപ്പൊ അത് അടുത്ത ടേക്ക് ഓക്കെ. കാരണം അത് നമ്മുടെ പേടി മൊത്തം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ, ഇവിടെ നിൽക്കുന്ന ആദ്യമൊക്കെ തുടക്കം. ഇപ്പം പിന്നെ അത് കുഴപ്പമില്ല.